പൊന്നാനി കാണുക പൊന്നാനി അറിയുക ടൂറിസം വികസന സെമിനാർ ജൂൺ 9 ചങ്ങരംകുളത്ത് നടക്കും. പൊന്നാനി താലൂക്കിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പൊന്നാനി താലൂക്ക് ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജൂൺ 9 ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ ഏകദിന ടൂറിസം വികസന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ എടപ്പാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനിയിൽ വളർന്നു വരുന്ന ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ ടൂറിസം പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, വികസന സാധ്യതകളും സെമിനാറിൽ ചർച്ച ചെയ്യും. ഹോം സ്റ്റേ ഉടമകൾ, ഹോട്ടൽ സംരംഭകർ, ഭക്ഷ്യവിഭവ നിർമ്മാണ രംഗത്തുള്ളവർ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വരുമാന വർധനയ്ക്ക് സഹായമായ വിഷയങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകും. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുന്നതിനൊപ്പം നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവരുടെ പ്രത്യേകം യോഗം സെമിനാറിന് ശേഷം നടക്കും. ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രികർക്കും വിനോദസഞ്ചാരികൾക്കും പൊന്നാനിയെ കൂടുതൽ അടുത്തറിയാനും സന്ദർശിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന സമഗ്ര ടൂറിസം സംവിധാനമാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളിലേക്ക് നിക്ഷേപം സ്വീകരിക്കാനും സൊസൈറ്റി ഉദ്ദേശിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ഏകദിന സെമിനാർ പൊന്നാനി MLA KP നൌഷദ് അലി ഉദ്ഘാടനം ചെയ്യും. ടൂറിസം, കൃഷി, ആരോഗ്യം, വിപണനം തുടങ്ങിയ മേഖലയിലെ പ്രമുഖ വിദഗ്ധർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയും സെമിനാറിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് K സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് NR പ്രദീപൻ, ഡയറക്ടർമാരായ അബൂബക്കർ തവന്നൂർ, സുമേഷ് P, ഫാരിസ് നരണിപ്പുഴ, P രാജിത, രതിയം, സൊസൈറ്റി സെക്രട്ടറി പ്രസീത PS എന്നിവർ പങ്കെടുത്തു. ഞങ്ങളൊരു 6 വർഷം മുമ്പ് പൊന്നാനി താലൂക്കിലെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞു. രണ്ടാമത് ഞങ്ങൾ തന്നെ അത് വീട് തിരിച്ചു വന്നു. കുറച്ച് പുതിയ ആളുകളോട് കൂടി അതിലേക്ക് ഡയറക്ടർമാർ വന്നു. ഇതൊരു പൊതുവായിട്ടുള്ള സൊസൈറ്റിയാണ്, എല്ലാവരും ഉണ്ട്. നമ്മളെ പൊന്നാനി താലൂക്കിലെ ടൂറിസത്തെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ടൂറിസത്തിന് വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പല സ്ഥലങ്ങളും കാണാനും ഒക്കെ നമ്മളെ വരുമാനം ഒന്ന് ബാക്കി വയ്ക്കുന്ന തുക സ്വരൂപിച്ച് മറ്റ് രാജ്യങ്ങളിൽ പോയി കാണുമ്പോൾ അത് കാണണം. അതോടൊപ്പം തന്നെ പൊന്നാനി നല്ല കുറേ കാഴ്ചകളുണ്ട്. പൊന്നാനി തനത് ഭക്ഷണം, പൊന്നാനിലെ ചരിത്രം, അത് പൊന്നാനിലുള്ള കായൽ, പുഴ, അങ്ങനെ കുറേ സൗകര്യങ്ങൾ പൊന്നാനി തന്നെ ഉണ്ട്. അപ്പോൾ പൊന്നാനിക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ ഈ സെമിനാറിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കുറിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാർഡ്. അപ്പോൾ ഈ വരുന്ന 9-ാം തീയതി ചങ്ങരകുളം ഷൈൻ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇത് നല്ല രീതിയിലൊന്ന് പ്രചരിപ്പിക്കണം. ഇതിന് സൊസൈറ്റി തന്നെ ഈ സെമിനാറോട് കൂടി ഏകദേശം 4 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു ടൂറിസം ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മളതിൻ്റെ അതിൻ്റെ DPRും അതിൻ്റെ പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ ഈ സെമിനാറിൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരെ അവതരിപ്പിക്കും. സെമിനാറിൽ വരുന്നത് ഈ ഇന്ത്യയിലെ തന്നെ അതിപ്രഗത്ഭരായിട്ടുള്ള ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിട്ട് അടക്കമുള്ള പിന്നെ സുനിൽ സാർ ടൂറിസത്തിൻ്റെ വലിയ രീതിയിൽ ഈ കേരളത്തിന് ഇന്ത്യയിൽ സംഭാവന ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ഡോക്ടർ വിജയകുമാർ സാർ കേരളത്തിലും ഇന്ത്യയിലും വലിയ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ടും അല്ലാതെയും സംഭാവന ചെയ്ത ആൾക്കാരാണ്. പിന്നെ ഈ കേരളത്തിലെ ടൂർഫെഡ് എന്ന സ്ഥാപനം സ്ഥാപിച്ച ആളാണ് ഈ രാജീവ് മങ്ങാട്ട് എന്ന് പറഞ്ഞുള്ള അദ്ദേഹം. അതുപോലെ തന്നെ പാനേഷ്യയുടെ ഒരു പ്രസിഡന്റ് അലി ബ്രാൻ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ ടൂറിസത്തിൻ്റെ സെക്രട്ടറി അനിൽ സാർ, അതുപോലെ തന്നെ DPCയുടെ സെക്രട്ടറി വിപിൻ ചന്ദ്ര, ഇങ്ങനെ നിരവധി ആളുകൾ ടൂർഫെഡിൻ്റെ ഇപ്പോൾ ടൂർഫെഡിനെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുള്ള ശ്യാം സാർ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പ്രോജക്റ്റിൻ്റെ മോഡറേറ്റർ. അതുപോലെ തന്നെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇന്ത്യയിലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് റിട്ടേർഡുള്ള അതിൻ്റെ പേരൊക്കെ രേഖപ്പെടുത്തിയ സുകുമാരൻ ആചാര്യ സാർ, അദ്ദേഹം പിന്നെ ഒരു വലിയ കാഴ്ചപ്പാടും കാര്യങ്ങളും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം വരുന്നുണ്ട് ഇതുമായി സംസാരിക്കാൻ, മാർക്കറ്റുമായി സംസാരിക്കാൻ. അതുപോലെ തന്നെ സഹകരണ വകുപ്പിൽ നിന്ന് ഫിനാൻസ് ഒക്കെ റിട്ടയർഡ് ചെയ്ത് നമ്മുടെ കേരളത്തിലെ ഫാർമേഴ്സ് കമ്പനിയുടെ അപ്പസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്പനിയുടെ CEO ആയിട്ടുള്ള സലി PU വയനാട് വരുന്നുണ്ട്. അവരൊക്കെയാണ് ഈ പ്രോജക്റ്റും നമുക്ക് പഠിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും. എങ്ങനെ ഈ പൊന്നാനിയിൽ ഈ ടൂറിസം മേഖലയിൽ വരുമാനം, പൊന്നാനിക്കാർക്ക് വരുമാനം, പൊന്നാനി കാണുക പൊന്നാനി അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെയും ഈ സെമിനാറിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ അത് പിന്നെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പത്രക്കാരുടെ ഭാഗത്തുനിന്ന് എൻ്റെ
എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം. ഇതിൽ കുറേ തൊഴിൽ സാധ്യതകൾ പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ വരുമാനമൊക്കെ ആ രാജ്യത്തേക്കാണ് അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തേക്കാണ് പോകും. ഇത് പൊന്നാനിയിലേക്ക് ആളുകൾ വന്ന് പൊന്നാനിയിലെ ഓട്ടോറിക്ഷ മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നവരും ഭക്ഷണം ഉണ്ടാക്കുന്ന ചെറുകിട സംരംഭകർക്ക് വരെ തുടർച്ചയായി ഒരു വരുമാനം പ്രദാനം ചെയ്യുന്നതിനാണ് നമ്മൾ ടൂറിസം ഗേറ്റ് വേ എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സ്വകാര്യമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി പങ്കാളിത്തത്തോടും കൂടിയാണ്. അതൊക്കെ വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തതിനൊക്കെ കാര്യങ്ങളുണ്ടാവും. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എ ക്ലാസ് മെമ്പർഷിപ്പ് എല്ലാവർക്കും കൊടുക്കും, ഒരാൾക്കും കൊടുക്കാനില്ല. 18 വയസ്സ് പൂർത്തീകരിച്ച പൊന്നാനിയിൽ സ്ഥിരതാമസമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൽ എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കും. ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് നമുക്ക് പൊന്നാനിയുടെ ടൂറിസം മേഖലയ്ക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ പിന്തുണ പിന്നെ പറയാണ്. ഇതിനോട് ചേർന്ന് നമ്മൾ വൈസ് പ്രസിഡന്റ് പ്രവീണുണ്ട്, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഹോം സ്റ്റേ നടത്തുന്ന പിന്നെ അഭിജൻ സാറ്,